തന്ത്രപ്രധാനമായ ഹോർമൂസ് കടലിടുക്കിന്റെ പരമാധികാര നിയന്ത്രണം യുണൈറ്റഡ് സ്റ്റേറ്റ്സ് പിടിച്ചെടുത്ത് അത് അമേരിക്കൻ അധീന പ്രദേശമാക്കി പ്രഖ്യാപിക്കുന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അപ്രതീക്ഷിത പ്രഖ്യാപനത്തോടെ പശ്ചിമേഷ്യൻ മേഖലയിലെ ഭൗമരാഷ്ട്രീയ സംഘർഷം അത്ഭുതപൂർവമായ യുദ്ധ സാഹചര്യത്തിലേക്ക് വഴിമാറിയിരിക്കുകയാണ്. ന്യൂയോർക്കിലെ ലോങ് ഐലൻഡിൽ തടിച്ചുകൂടിയ ആയിരക്കണക്കിന് അനുനായികളെയും സൈനിക പോലീസ് ഉദ്യോഗസ്ഥരെയും അഭിസംബോധന ചെയ്ത് സംസാരിക്കവെയാണ് അന്താരാഷ്ട്ര സമുദ്ര നിയമങ്ങളെയും വ്യവസ്ഥകളെയും വെല്ലുവിളിച്ചുകൊണ്ട് ട്രംപ് ഈ വിവാദ പ്രഖ്യാപനം നടത്തിയത്. നിലവിൽ നടക്കുന്ന സൈനിക നടപടികളിലൂടെ ഇറാനെ പൂർണ്ണമായും പരാജയപ്പെടുത്തിയ ശേഷം ഹോർമൂസ് കടലിടുക്കിന്റെ പൂർണ്ണ നിയന്ത്രണം അമേരിക്കൻ ഭരണകൂടം ഔദ്യോഗികമായി ഏറ്റെടുക്കുമെന്നും പശ്ചിമേഷ്യൻ സമുദ്രമേഖലയിൽ അമേരിക്കൻ നാവികസേനയുടെ ഉപരോധം ഉരുക്കുമതിൽ പോലെ ശക്തമാണെന്നും ട്രംപ് അവകാശപ്പെട്ടു. എന്നാൽ ട്രംപിന്റെ ഈ പ്രസ്താവനയെ നിശ്ചിതമായി പരിഹസിച്ചും തള്ളിക്കളഞ്ഞും ഇറാന്റെ ഉന്നത നയതന്ത്ര സൈനിക നേതൃത്വം ശക്തമായ പ്രതികരണവുമായി രംഗത്തെത്തി. എക്സ് പ്ലാറ്റ്ഫോമിലൂടെ പ്രതികരിച്ച ഇറാന്റെ ലീഗൽ ആൻഡ് ഇന്റർനാഷണൽ അഫയേഴ്സ് ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രി കാസിം ഗരീദാബാദ് ഒരു പ്രസിഡന്റിന്റെ ട്വീറ്റ് കൊണ്ടോ തിരഞ്ഞെടുപ്പ് പ്രസംഗം കൊണ്ടോ വിമാനവാഹിനി കപ്പലുകൾ കൊണ്ടോ ഹോർമൂസ് കടലിടുക്ക് പിടിച്ചെടുക്കാൻ അമേരിക്കയ്ക്ക് കഴിയില്ലെന്ന് വ്യക്തമാക്കി. ഹോർമൂസ് കടലിടുക്ക് ചരിത്രപരമായി ഇറാന്റെ ഭാഗമായിരുന്നുവെന്നും ഇപ്പോഴും ഇറാന്റേതാണെന്നും ഭാവിയിലും ഇറാന്റേതായിരിക്കുമെന്നും കാസിം ഗരീദാബാദ് അടിവരയിട്ടു. തങ്ങളുടെ പരമാധികാര അനുമതിയില്ലാതെ ഒരു വാണിജ്യ സൈനിക കപ്പൽ പോലും ഈ ജലപാതയിലൂടെ കടന്നുപോകാൻ അനുവദിക്കില്ലെന്നും ഇറാൻ മുന്നോട്ട് വെച്ച കടുത്ത നിബന്ധനകൾ അമേരിക്ക അംഗീകരിക്കുന്നതുവരെ സമുദ്ര ഉപരോധം തുടരുമെന്നും പേർഷ്യൻ ഗൾഫ് സ്റ്റേറ്റ് അതോറിറ്റിയും വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ വാക്പോരുകൾക്ക് പിന്നാലെ മേഖലയിലെ സമുദ്ര സുരക്ഷ അതീവ ഭീതിജനകമായ അവസ്ഥയിലായിരിക്കുകയാണ്. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിന്റെ ഔദ്യോഗിക എണ്ണ കമ്പനിയായ അബുദാബി നാഷണൽ ഓയിൽ കമ്പനിയുടെ കപ്പലുകൾക്ക് നേരെ തുടർച്ചയായി നടക്കുന്ന ആക്രമണങ്ങൾ സ്ഥിതിഗതികൾ കൂടുതൽ സങ്കീർണമായി. കഴിഞ്ഞ ദിവസം ഹോർമൂസ് കടലിടുക്കിലൂടെ കടന്നു പോവുകയായിരുന്ന അഡ്നോക് കപ്പലിന് നേരെ ഉണ്ടായ മിസൈൽ ഡ്രോൺ ആക്രമണം അഡ്നോക് മാനേജ്മെന്റും UAE ഔദ്യോഗിക വാർത്താ ഏജൻസിയായ വാമും ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു. ഓഗസ്റ്റ് 13 വൈകുന്നേരം 2 കപ്പലുകൾക്ക് നേരെയും തുടർന്ന് വ്യാഴാഴ്ച മറ്റ് 2 കപ്പലുകൾക്ക് നേരെയും സമാനമായ രീതിയിൽ ആക്രമണങ്ങൾ നടന്നിരുന്നു. പുതിയ സംഭവത്തിൽ ആളപായങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും നാവികരുടെ സുരക്ഷ ഉറപ്പാക്കി സാഹചര്യങ്ങൾ നിയന്ത്രണ വിധേയമാക്കിയെന്നും അഡ്നോക് വ്യക്തമാക്കിയെങ്കിലും വാണിജ്യ കപ്പൽ ഗതാഗതത്തിന് നേരെയുള്ള ഭീഷണി തുടരുകയാണ്. ഈ സംഘർഷ പരമ്പര ആരംഭിച്ചതിനു ശേഷം ലക്ഷ്യമിടപ്പെട്ട അഡ്നോക് കപ്പലുകളുടെ ആകെ എണ്ണം ഇതോടെ 17 ഉയർന്നു. ഈ ആക്രമണങ്ങളിൽ ഇതുവരെ ഒരു വിദേശ ജീവനക്കാരൻ കൊല്ലപ്പെടുകയും 20-ലധികം പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. സമുദ്ര സുരക്ഷയും സഞ്ചാര സ്വാതന്ത്ര്യവും കാത്തുസൂക്ഷിക്കാൻ അന്താരാഷ്ട്ര സമൂഹം അടിയന്തരമായി ഇടപെടണമെന്ന് UAE ആവർത്തിച്ചാവശ്യപ്പെടുന്നുണ്ട്. പേർഷ്യൻ ഗൾഫിനെയും ഒമാൻ ഉൾക്കടലിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഏറ്റവും ഇടുങ്ങിയ ഭാഗത്ത് വെറും 33 മുതൽ 39 കിലോമീറ്റർ വരെ മാത്രം വീതിയുള്ള ഹോർമൂസ് കടലിടുക്ക് ലോകത്തിലെ ഏറ്റവും നിർണായകമായ എണ്ണ ഗതാഗത നാഡീഞരമ്പാണ്. ലോകത്ത് സമുദ്രമാർഗം നടക്കുന്ന ആകെ ക്രൂഡ് ഓയിൽ വിതരണത്തിന്റെ ഏകദേശം 20 മുതൽ 25% ഖത്തറിൽ നിന്നുള്ള ദ്രവീകൃത പ്രകൃതിവാതകത്തിന്റെ ഭൂരിഭാഗവും ഈ ഇടുങ്ങിയ കടലിടുക്കിലൂടെയാണ് അന്താരാഷ്ട്ര വിപണിയിലേക്ക് എത്തുന്നത്. മാസങ്ങളായി തുടരുന്ന ഈ നാവിക സ്തംഭനവും കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണവും ആഗോള വിപണിയിൽ വൻ പ്രത്യാഘാതമാണ് സൃഷ്ടിക്കുന്നത്. അഡ്നോക് കപ്പലുകൾക്ക് നേരെ ഉണ്ടായ പുതിയ ആക്രമണ വാർത്തകൾ പുറത്തുവന്നതോടെ ആഗോള വിപണിയിൽ ബ്രെൻ ക്രൂഡ് ഓയിലിന്റെ വില ബാരലിന് $88.52 കുതിച്ചുയർന്നു. വില വൈകാതെ $90 കടക്കുമെന്ന ഭീതിയിലാണ് അന്താരാഷ്ട്ര സാമ്പത്തിക ലോകം. അമേരിക്കൻ ആഭ്യന്തര വിപണിയിൽ ഇന്ധനവില ഗാലന് $4 അടുത്ത സാഹചര്യത്തിൽ വിലക്കയറ്റത്തെ ന്യായീകരിച്ച ട്രംപ് ഇറാനെതിരെയുള്ള യുദ്ധവിജയത്തിന് അമേരിക്കൻ ജനത നൽകേണ്ടി വരുന്ന ചെറിയ ത്യാഗമാണിതെന്നും തന്റെ നടപടികളിൽ ഒരിക്കലും ഖേദിക്കില്ലെന്നും തുറന്നടിച്ചു. ഖത്തറും പാകിസ്ഥാനും മധ്യസ്ഥത വഹിച്ചുകൊണ്ടുള്ള US ഇറാൻ വെടിനിർത്തൽ ചർച്ചകളിൽ ഹോർമൂസ് കടലിടുക്കിന്റെ നിയന്ത്രണവും സഞ്ചാര സ്വാതന്ത്ര്യവുമാണ് പ്രധാന തർക്കവിഷയമായി തുടരുന്നത്. മുൻപുണ്ടാക്കിയ ധാരണകൾ അമേരിക്ക ലംഘിച്ചുവെന്ന് ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി ആരോപിക്കുമ്പോൾ ഒമാനുമായി ചേർന്ന് ഹോർമൂസിൽ പുതിയ സമുദ്രപാതകൾ നിശ്ചയിക്കാനുള്ള ചർച്ചകൾ ഇറാൻ സമാന്തരമായി മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. എന്നാൽ ഹോർമൂസ് പിടിച്ചെടുക്കുമെന്ന ട്രംപിന്റെ പുതിയ പ്രഖ്യാപനവും UAE എണ്ണക്കപ്പലുകൾക്ക് നേരെയുള്ള നിരന്തര ആക്രമണങ്ങളും നയതന്ത്ര സമവായ സാധ്യതകളെയും പൂർണ്ണമായും അനിശ്ചിതത്വത്തിലാക്കിയിരിക്കുകയാണ്. അന്താരാഷ്ട്ര സമുദ്ര സുരക്ഷ തകർന്നടിഞ്ഞതോടെ ലോകത്തെ പ്രധാന ഷിപ്പിംഗ് കമ്പനികൾ ഹോർമൂസ് വഴിയുള്ള ചരക്കു നീക്കം നിർത്തിവെക്കുകയോ ഇൻഷുറൻസ് പ്രീമിയം കുത്തനെ ഉയർത്തുകയോ ചെയ്തിരിക്കുകയാണ്. ഇത് വരും ദിവസങ്ങളിൽ ആഗോളതലത്തിൽ വൻ വിലക്കയറ്റത്തിനും വ്യാവസായിക മാന്ദ്യത്തിനും വഴിവെക്കുമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നത്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.